നമസ്കാരം. ഇന്ന് കർക്കിടകം 16 അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം, ഭരതവിലാപം, ഭരതരാഘവ സംവാദം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു. ദശരഥ മഹാരാജാവിൻ്റെ വിയോഗമറിഞ്ഞ് തിരിച്ചെത്തിയ ഭരതൻ ദുഃഖാതുരനായി ഭൂമിയിൽ വീണുകിടന്ന് വിലാപിക്കാൻ തുടങ്ങി. ഈ വേളയിൽ കൈകേയി മാതാവ് വന്ന് പുത്രനോട്, ദുഃഖിക്കേണ്ട കാരണമെന്തു മകനെ, നിനക്ക് രാജ്യം ലഭിച്ചല്ലോ. ഈ ചാപല്യം കളഞ്ഞ് നീ സകലർക്കും ആദരണീയനായി രാജ്യം ഭരിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട ഭരതകുമാരൻ ക്രോധാകുലനായി കൈകേയി മാതാവിനെ പലവിധേന ശകാരിച്ചും ശാപവചനങ്ങൾ ആക്രോശിച്ചും ദുഃഖിതനായി കൗസല്യാദേവിയുടെ വാസഗൃഹത്തിലേക്ക് പോയി. ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകം മുടക്കിയത് കൈകേയി അമ്മയാണെന്നും ശ്രീരാമചന്ദ്രനാണെ താൻ അറിഞ്ഞിട്ടില്ലെന്നും താൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ 100 ബ്രഹ്മഹത്യകളുടെ പാപം താൻ അനുഭവിക്കുമെന്നും ബ്രഹ്മദേവന്റെ പുത്രനായ വസിഷ്ഠ മഹർഷിയെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അരുന്ധതീ ദേവിയെയും വാൾ കൊണ്ട് വെട്ടിക്കൊന്നാലുണ്ടാവുന്ന പാപവും താൻ അനുഭവിക്കും എന്നെല്ലാം പല ശപഥങ്ങൾ ചെയ്തു. ഇത് കേട്ട കൗസല്യാദേവി ഇതൊന്നും നിന്റെ പാപങ്ങളല്ലെന്നും തൻ്റെ തന്നെ കർമ്മഫലമാണെന്നുമെല്ലാം പറഞ്ഞ് ഭരതകുമാരനെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ വസിഷ്ഠ മഹർഷി ഭരതകുമാരനെ ആശ്വസിപ്പിക്കുകയും പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നീ ചെയ്യണമെന്നും ഉപദേശിച്ച് ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗാനന്തര കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം ഭരതൻ വസിഷ്ഠ മഹർഷിയെ താണുവണങ്ങി ഇപ്രകാരം പറയുന്നു: അടിയന് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ജ്യേഷ്ഠനാണ് രാജാവ്. ഞങ്ങൾ ജ്യേഷ്ഠന്റെ സേവകന്മാർ മാത്രമാണെന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അതിനാൽ നാളെ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നു. ഇങ്ങനെ ദൃഢനിശ്ചയം ചെയ്ത് ഭരതകുമാരൻ ശ്രീരാമചന്ദ്രനെ കാണുകയും താതവിയോഗ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. രാജ്യാഭിഷേകത്തിനായി തൻ്റെ കൂടെ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടെ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ അപേക്ഷിക്കുന്നു. ശ്രീരാമൻ ഇത് കേട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: നിനക്ക് രാജ്യവും എനിക്ക് വനവും പൂജനീയനായ ദശരഥ മഹാരാജാവ് നേരത്തെ തന്നെ വിധിച്ചു കഴിഞ്ഞു. വിപരീതമായി നാം പ്രവർത്തിച്ചാൽ അത് നമുക്ക് സത്യവിരോധമായി തീരും. ഇത് കേട്ട ഭരതൻ പിന്നെയും പല കാര്യങ്ങൾ പറഞ്ഞ് ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഭരതന്റെ ശാഠ്യം കണ്ട് വസിഷ്ഠമുനി ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശം ഭരതനെ ഉപദേശിക്കുന്നു. നിജസ്ഥിതികൾ മനസ്സിലാക്കിയ ഭരതൻ വിസ്മയാധീനനായി ശ്രീരാമസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമദേവന്റെ പാദുകങ്ങളെ ഏറ്റുവാങ്ങി ജ്യേഷ്ഠൻ മടങ്ങിയെത്തുന്നതുവരെ താൻ നിരന്തരം ഈ പാദുകങ്ങളെ പൂജിച്ചുകൊണ്ട് രാജ്യപാലനം അനുഷ്ഠിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് തിരികെ അയോധ്യയിലേക്ക് മടങ്ങുന്നു. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. നമുക്ക് പാരായണം തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടേ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോനിനി ദൈവമേ, ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ. മോഹം കലർന്ന നേരത്തു
കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം? രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴ്ക, ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ. നിന്നോടൊരയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ, കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൊക്കാൻ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ, കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനുമനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. യുദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ, ആതുരമാനസയാകായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ, ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ, ഞാനറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാ ശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മദാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠഗാഠം ഉത്തമാകെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി, ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ, ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതോരവസ്ഥയെ എന്നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖപടഹവാദ്യത്തോടും സോദര
ഭൂസുരതാപസ സാമാന്തരമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞാൻ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. സോദരനിദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായേനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിൻ തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പതിൻ ഇത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയീസുതനോടു ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. ഇത്തം ഗുരോക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്തമിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. ശ്രീരാമ രാമ രാമ ശ്രീരാമ
ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ